എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദമായിട്ടുള്ള വിഷയമായിരുന്നു ജാസിയുടെ പ്രഗ്നൻസി. സ്ത്രീകളും എന്തിന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പോലും ഇതിനെതിരെ കുറേയധികം പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. സ്വന്തമായിട്ടൊരു ഗർഭപാത്രമില്ലാത്ത, ഇതുവരെ ഒരു സർജറി പോലും നടത്താത്ത, ആ വിവാദത്തിന് ശേഷമാണ് അയാൾ ബ്രസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി, അതായത് ആർട്ടിഫിഷ്യലായിട്ട് ബ്രസ്റ്റ് വെച്ച് പിടിപ്പിക്കുന്ന സർജറി പോലും ചെയ്തത്. അങ്ങനെയുള്ള ഒരു വ്യക്തി, അതായത് ഒരു പുരുഷനായ വ്യക്തി ഗർഭധാരണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി റീച്ച് ഉണ്ടാക്കി ക്യാഷ് സമ്പാദിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. കുറേ അധികം സ്ത്രീകൾ അതിനെതിരെ രംഗത്ത് വന്നു. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും ആളുകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി വന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഹെലനോസ്പാർട്ടയുമായിട്ടുള്ള വിഷയം വരുന്നത്. ഇതിനിടയ്ക്ക് ഗർഭിണിയായ ജാസി പോയി സർജറി ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴും അയാൾ ഒരു പൂർണ്ണ അർത്ഥത്തിൽ സ്ത്രീ ആയിട്ടില്ല. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആരും സർജറി ചെയ്ത് ഫീമെയിൽ ആയാൽ പോലും അവർ ഒരു കാരണവശാലും ഒരു സ്ത്രീയായി മുഴുവനായിട്ട് മാറത്തില്ല. ഫിസിക്കലി ആവും, പക്ഷെ ബയോളജിക്കലി ആവില്ല. അതിന് മറ്റു ചില കാര്യങ്ങളും കൂടി വേണം. ഒന്ന് ആർത്തവം, മറ്റൊന്ന് ഗർഭപാത്രം. അത് രണ്ടും അവർക്ക് കിട്ടില്ല. ബാക്കി കാര്യങ്ങളിലെല്ലാം അവർ ഫിസിക്കലി അപ്പിയറൻസിലെല്ലാം അവർ സ്ത്രീയായി മാറും. ഇങ്ങനെ വരുമ്പോഴാണ് ജാസി ഇത്തരത്തിലൊരു തട്ടിപ്പുമായിട്ട് വന്നതും നമ്മളെല്ലാവരും കാണുകയും ചെയ്തത്. അതിനുശേഷം ഹെലനോസ്പാർട്ടയുമായിട്ടുള്ള വിവാദം, ഇനിയിപ്പോൾ ജാസി കുറച്ച് നാളത്ത് കഞ്ഞി കുടിച്ചു പോകൊണ്ട് ഈ തട്ടിപ്പിലൂടെയും ഈ ഒരു വിവാദത്തിലൂടെയും ഉണ്ടായ റീച്ചും ക്യാഷും മതി. പക്ഷെ എന്നെ ഏറെ ഞെട്ടിച്ചു കളഞ്ഞത് മറ്റൊരു താരമാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്, അതേപോലെ തന്നെ ഒരു മോഡലാണ്, അത്യാവശ്യം റീച്ചും കാര്യങ്ങളുമുള്ള ഒരു സെലിബ്രിറ്റിയും കൂടെയാണ്. എയിൻ ഹണി ആരോഹി എന്ന് പറയുന്ന ട്രാൻസ് മോഡൽ, അതാണ് ഒരു ഇൻഫ്ലുവൻസർ എന്ന് വേണം പറയാം. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജാസിയെ പോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നല്ല അത്യാവശ്യം ഫെയിമുള്ള ആ വ്യക്തി ഒരു 6 ദിവസം മുമ്പ് ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ പങ്കുവച്ചു, കുറച്ച് റീൽസും പങ്കുവച്ചു. എൻ്റെ മകൻ എന്ന് പറഞ്ഞ് ഹാഷ്ടാഗോട് പോയി ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്നത്, ഒരു കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം. ആ കുട്ടീനെ എങ്ങനെ കിട്ടി എന്നൊക്കെ കുറേ കമന്റുകൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം കൊടുക്കുന്ന മറുപടി എൻ്റെ മകൻ, എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ മകൻ. ഈ ഒരു ഇത് മാത്രമേ അവർ നൽകുന്നുള്ളൂ. സർഗോസി വഴിയാണോ അഡോപ്റ്റ് ചെയ്താണോ എന്നീ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടും ആ ചേച്ചി കൊടുക്കുന്ന മറുപടി എൻ്റെ മകൻ. അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാം വഴി ഒരു കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു, കുട്ടിയുടെ പേരിടുമ്പോൾ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് റിപ്ലൈയും തന്നിട്ടുണ്ട്, പേരിടുമ്പോൾ അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു വ്യക്തിയെ കൊണ്ടുവരാണ്ട് കാരണം അത്യാവശ്യം ഫെയിമും എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സെലിബ്രിറ്റി കൂടിയായിട്ടുള്ള ഒരു ട്രാൻസ് വുമൺ ആണ് ഈ പറയുന്ന എയിൻ ഹണി ആരോഹി. അവരെ ട്രാൻസ് വുമൺ എന്ന് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ വിളിക്കാം. ജാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പുരുഷനായിരുന്നു, ഇപ്പോൾ നിലവിൽ ഷീമെയിലാണ്. ആ സിലിക്കൺ ബ്രസ്റ്റ് വെച്ച് പിടിപ്പിച്ചതോടെ അയാൾ ഒരു ഷീമെയിലായി മാറി, പാതി പുരുഷൻ പാതി സ്ത്രീ. പക്ഷെ എയിൻ ഹണി ആരോഹി എന്ന് പറയുന്ന ആ ചേച്ചി അവര് ഫിസിക്കലി മുഴുവനായും ഒരു സ്ത്രീയായി മാറിയിട്ടുണ്ട്. പക്ഷെ ബയോളജിക്കലായിട്ടുള്ള ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളും അവർക്കില്ല. അങ്ങനെയുള്ള ആ വ്യക്തി ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുക, സർഗോസ് വഴി അങ്ങനെ എന്ത് ചെയ്ത് കൊണ്ടുവന്നതാണ്. നമുക്ക് അതിനകത്തൊന്നും അറിയില്ല, അവരതിനെക്കുറിച്ച് പറയാനും താല്പര്യപ്പെട്ടില്ല. വേണമെങ്കിൽ ഈ ഒരു കുട്ടിയെ കൊണ്ടുവരുന്നതും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ ജാസിയെ പോലെ ഒരു വ്യാജ ഗർഭകഥ അവർക്കും ഉണ്ടാക്കായിരുന്നു. പക്ഷെ അവരതിന് ശ്രമിച്ചില്ല. അവര് അതെല്ലാം തൻ്റെ സ്വകാര്യത അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടി അഡോപ്റ്റഡ് ആണോ സർഗോസി വഴിയുള്ളതാണോ ഒന്നും അറിയില്ല. ആ കുട്ടിയുടെ ഒരു ചിത്രവും കുറച്ചധികം റീൽസും പങ്കുവച്ചു, എൻ്റെ മകൻ എന്ന് പറയുന്ന ഹാഷ്ടാഗോട്. അതോടെ കഴിഞ്ഞു. ആ കുട്ടിയെ ഇനിയും ഉള്ള വീഡിയോസിനകത്തെല്ലാം കാണിക്കുമായിരിക്കാം. ആ കുട്ടിയെ കളിപ്പിക്കുന്നതും ആ കുട്ടിയുമായി പള്ളിയിൽ പോയതും എല്ലാം പങ്കുവച്ചിട്ടുണ്ട്. അതല്ലാതെ ജാസ് നടത്തിയ കണക്ക് ഒരു റീച്ചിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് നടത്താണ്ട് അവർ തയ്യാറായില്ല. അത് തന്നെയാണ് ഞാൻ ജാസിയോട് പറയാൻ വന്നത്. കണ്ടുപഠിക്കണം. കാരണം ആ ചേച്ചി നിന്നെപ്പോലെയല്ല, കൃത്യമായ രീതിയിൽ സർജറിയും ട്രീറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും എടുത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ അവർക്ക് എന്നാലും അവരുടെ പരിമിതി എന്താണെന്ന് അറിയാം. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്, ജീവിച്ച് മുന്നേറി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി അറിയാം അവരെത്രത്തോളം സ്ത്രീയായി മാറിയാലും അവർക്ക് ഒരു കാരണവശാലും ഗർഭം ധരിക്കാൻ പറ്റില്ല. അത് വെച്ച് ആളുകളെ പറ്റിക്കേണ്ട കാര്യം അവർക്കില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു നാടകം, നീ കളിച്ച കണക്ക് ഒരു നാടകം കളിക്കാതിരുന്നത്.
ഈ എയിൻ ഹണി ആരോഹി എന്ന് പറയുന്ന ചേച്ചിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹെലനോസ് പാട്ടേനെ നമ്മുടെ മണിമണി വന്നിരുന്നുകൊണ്ട് കുറച്ച് ചീത്ത പറഞ്ഞായിരുന്നു ഒരു വിവാഹത്തിന്റെ ഫംഗ്ഷനിൽ വെച്ച്. അന്ന് ഈ ജാസിയും ഉണ്ടായിരുന്നു. അന്നേരം ഇവർ 3 പേരും കൂടി ഒന്നിച്ചാ നിന്നത്. നമ്മുടെ മണിമണി ജാസിയും കൂടി ഹെലനെ വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ എയിൻ ഹണി ആരോഹി എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ആ ചേച്ചി ആ കൂട്ടത്തിൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിലും അവര് ഹെലനെ അധിക്ഷേപിച്ചില്ല. പക്ഷെ അവരുടെ കൂട്ടുകാരികൾ പറയുന്നതിനതൊന്ന് അവർ വിലക്കാനും പോലില്ല. കൂട്ടുകാരികളെന്നോ അല്ലെ കൂട്ടുകാരന്മാരെന്നോ വേണം പറയാൻ. ഈ 6 തന്നെ കൂട്ടുകാരന്മാരെന്ന് വേണമെങ്കിൽ പറയാം. ജാൻമണിയുടെ സർജറി കഴിഞ്ഞായിട്ട് അറിയില്ല. ജാസിയുടെ സർജറി ഒന്നും തന്നെ കംപ്ലീറ്റ് അല്ല. അടുത്ത് കഴിഞ്ഞ ഇടയ്ക്കാണ് ആ ഒരു ബ്രസ്റ്റ് സർജറി നടത്തിയത്. അത് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. അന്നേരം ആ 2 കൂട്ടുകാരന്മാര് പറഞ്ഞതിനകത്തൊന്നും അവരെ തടസ്സപ്പെടുത്താനും പോയില്ല, ഒന്നും ചെയ്തില്ല. അവർ ആ വിവാദത്തിനകത്ത് മൗനം പാലിച്ചു നിന്നു. അങ്ങനെ തന്നെയാണ് അവര് എല്ലാ വിവാദങ്ങളും വരുമ്പോഴും അവര് മാറി അതിലൊന്നും തല വെക്കാതെ മാറി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ സോഷ്യൽ മീഡിയയിൽ അധികം ആളുകൾ വിസിബിൾ ആയിട്ട് എപ്പോഴും കാണാത്തതിന്റെ കാര്യം. അവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ അവരെ എപ്പോഴും അവരുടെ അപ്ഡേഷൻസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ വല്ലപ്പോഴും അവരൊരു ഇന്റർവ്യൂ കൊടുത്താൽ മാത്രം ആണ് അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് പലരും മനസ്സിലാക്കുന്നത്. എന്നാലും ചേച്ചിക്കും കുട്ടിക്കും ആശംസകൾ. ജാസി ഇടയ്ക്കെങ്കിലും ഒന്ന് കണ്ടുപിടിക്കും ഈ ഒരു വ്യക്തിനെ. കാരണം ആ ഒരു ചേച്ചിക്ക് അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ പരിമിതി എന്താണെന്ന്. അതിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ച് എങ്ങനെ ജീവിതത്തിൽ മുന്നേറാമെന്ന് ആ ചേച്ചി കൃത്യമായിട്ട് നിന്നെപ്പോലെയുള്ളവരെയും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെപ്പോലെയുള്ളവരെയും പഠിപ്പിക്കുന്നുണ്ട്. അല്ല നിന്നെപ്പോലെ ക്യാഷിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയ കാണിക്കുന്ന ഒരു വ്യക്തിയല്ല അത്. സോ കണ്ടുപഠിക്കുക, മാതൃകയാക്കുക, കുറച്ചൊക്കെ മനുഷ്യനായിട്ട് ജീവിക്കണോ.